ഒരു സെയിൽസ് സ്റ്റാഫിന് 3 ചലഞ്ചാണ് തൻ്റെ മുൻപിലുള്ളത്. ഓരോ കസ്റ്റമറിനെയും ഈ 3 ചലഞ്ചിലൂടെ സക്സസ് ആയി കൊണ്ടുപോവുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. ഒന്നാമത്തത് പ്രയോറിറ്റി ക്രിയേഷനാണ്. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിനും സർവീസിനും അത് അദ്ദേഹത്തിൻ്റെ പ്രൈമറി പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തുവാനാണ് 70% നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. കാരണം ഈ ട്രൈയിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടുള്ള പരിശ്രമം തീർച്ചയായും വിഫലമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രയോറിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ ബെനിഫിറ്റ്, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം, അതിലൊക്കെ അപ്പുറം ഇപ്പോൾ ചെയ്തില്ലെങ്കിലുള്ള നഷ്ടം, അതാണ് പ്രയോറിറ്റി ക്രിയേഷൻ. രണ്ടാമത്തേത് അതിൻ്റെ ക്വാളിറ്റിയാണ്. അത് പ്രൊഡക്റ്റിൻ്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഭാഗമാണ്, ബ്രാൻഡുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അത് ബോധ്യപ്പെടുത്തൽ മാത്രമാണ് സെയിൽസ് പേഴ്സൻ്റെ റോള്. അതിൻ്റെ ബോധ്യപ്പെടുത്താനുള്ള ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് കമ്പനിയുടെ റോളാണ്. മൂന്നാമത്തേത് പ്രൈസിംഗ് ആണ്. പ്രയോറിറ്റിയും ക്വാളിറ്റിയും അഷ്വർ ചെയ്യാൻ പറ്റിയാൽ പിന്നെ പ്രൈസിങ് ഒബ്ജക്ഷനെ വളരെ സിമ്പിളായി നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും. കാരണം പ്രയോറിറ്റിയിലാണ് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ടത്. പ്രയോറിറ്റി, ക്വാളിറ്റി ആൻഡ് പ്രൈസിങ്, ഈ 3 ഒബ്ജക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് ഏറ്റവും മികച്ച അവസരമാണ് ഇന്നത്തെ എംപ്ലോയ്മെൻറ്റ് സെഗ്മെൻറ്റിലുള്ളത്.